ഇന്ന് രാവിലെ വണ്ടിയിൽ അനിയത്തിയായിരുന്നു. രാവിലെ എണീറ്റ പാടെ പോയത് അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് പക്ഷേ വർക്കിനൊന്നല്ല, അവളൊന്ന് വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട്ടിലെ ആദിവാസികളോടൊപ്പം ഒരു ക്യാമ്പ്. ആ കാണുന്ന ബസ്സിൽ അവളെ കയറ്റി വിട്ടിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നത്. ചുമ്മാ പറഞ്ഞതാട്ടോ, ഒരു ട്രിപ്പിന് പോയതാണ് പുള്ളിക്കാരി. തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ വേഗം റെഡിയായിട്ട് ഞാൻ വർക്കിനിറങ്ങി. ഇന്ന് എനിക്ക് പോകാനുള്ളത് നിലമ്പൂർ സൈഡാണ്. എന്നാൽ ഇന്ന് വർക്ക് സ്റ്റാർട്ട് ആയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. മെഡിക്കൽ കോളേജിൽ വർക്ക് കഴിഞ്ഞ് നിലമ്പൂരിലേക്ക് പോകുമ്പോഴാണ് ഇന്നലെ കണ്ട മരത്തിന്റെ വേറൊരു സഹോദരനെ കാണുന്നത്. സത്യത്തിൽ ഇവിടെയൊക്കെ ആയതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ വെട്ടി നശിപ്പിക്കും. ഒരു മരം വെട്ടുമ്പോൾ 10 തൈകൾ നടണമെന്നാണല്ലോ. പക്ഷെ ആരുണ്ട് അതൊക്കെ ചെയ്യാൻ? അങ്ങനെയെങ്കിൽ ആമസോൺ കാർഡ് പോലെ ഒരു 2 വന്നേനെ. നിലമ്പൂരിലെ വർക്ക് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഓരോരോ പണികൾ കിട്ടി തുടങ്ങി. ആദ്യം പെട്രോൾ തീർന്നു. അത് റിസർവിലേക്ക് ഇട്ടിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങിയപ്പോൾ മഴ പെയ്തു. എല്ലാം സഹിച്ചുകൊണ്ട് കോഴിക്കോട് എത്തിയിട്ടാണ് ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. നടക്കാവിലെ വർക്കെല്ലാം തീർത്തിട്ട് തിരിച്ചിറങ്ങുന്നത് ഒരു കോഫി കുടിച്ചിട്ടാണ്. അടുത്ത മഴയ്ക്ക് മുമ്പെങ്കിലും എനിക്ക് തിരിച്ച് വീട്ടിലെത്തണം. കോട്ടില്ലാത്തതുകൊണ്ട് 2 കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം ബാഗും, രണ്ടാമത്തെ കാര്യം ഷൂ. നനഞ്ഞ ബാഗും ഹെൽമെറ്റും എല്ലാം ഞാൻ വന്ന പാടെ തന്നെ തുടച്ചു വെക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ കുളിക്കാൻ പോലും പോവാറുള്ളൂ. അത് എല്ലാ ദിവസവും പതിവുള്ള കാര്യം തന്നെയാണ്. മുമ്പൊക്കെ ഞാൻ ഏറ്റവും അവസാനമാണ് വീട്ടിൽ എത്തിച്ചേർന്നിരുന്നത്. അതിന്റെ മെയിൻ കാരണം സീരിയലാണ്. ഒരേ കഥയിലുള്ള സാധനങ്ങൾ തിരിച്ചു മറിച്ചിട്ട് കാണുന്നതാണ് ആ സമയം. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒതുങ്ങിയിട്ടാണ് ഞാൻ സാധാരണ വീട്ടിൽ കയറാറുള്ളത്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പുറത്തുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ വീട്ടിനുള്ളിലേക്ക് കയറുള്ളൂ. അത് ചിലപ്പോൾ എൻ്റെ ഒരു OCDയുടെ ഭാഗമായിരിക്കും. അങ്ങനെ ഫ്രഷപ്പ് ആയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഡയറി എഴുതുക എന്നുള്ളതാണ്. സാധാരണകളിൽ അത് കഴിയുമ്പോൾ ഉറങ്ങാൻ പോകും. പക്ഷെ ഇന്ന് എനിക്ക് ചെറിയൊരു പണി കൂടി ബാക്കിയുണ്ടല്ലോ. അതും കൂടി കഴിയണ്ടേ ഇന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഈ കഴിഞ്ഞ 3 ദിവസത്തെ വർക്ക് റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഒന്ന് കിടക്കട്ടെ.